ഇനി നമുക്ക് ദുബായിലേക്കാണ്. നിങ്ങൾക്കറിയാം, ഈ അന്തർദേശീയ മഹാനഗരത്തിൽ പുതുവത്സരാഘോഷം എങ്ങനെയെന്നറിയാൻ അരുൺ പാറാട്ട് കൂടി നമുക്കൊപ്പം ചേർന്ന്. പറയൂ അരുൺ, ഗുഡ് മോർണിംഗ്. പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നാടും നഗരവും. നമുക്കറിയാം, ലോകത്തെ പ്രധാനപ്പെട്ട പുതുവത്സരാഘോഷങ്ങൾ നടക്കുന്ന സ്ഥലമാണ് UAE. ഇത്തവണയും അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഇതിനോടകം തന്നെ UAEയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പുതുവർഷം ആഘോഷിക്കാനായി. നഗരത്തിന്റെ മുക്കിലും മൂലയിലും എല്ലാം തന്നെ ആഘോഷ പരിപാടികൾ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തവണ റെക്കോർഡുകളുടെ ഒരു പെരുമഴ തന്നെ പുതുവർഷത്തിൽ UAEയിൽ പിറക്കുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അത്തരത്തിലാണ് UAE അധികാരികൾ ആഘോഷ പരിപാടികൾ ഈ നഗരത്തിലെങ്ങും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ബുർജ് ഖലീഫ തന്നെയായിരിക്കും UAEയിലെ പരിപാടിയുടെ ആകർഷണ കേന്ദ്രം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ബുർജ് ഖലീഫയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന വെടിക്കെട്ടും അതോടൊപ്പം തന്നെ വിസ്മയിപ്പിക്കുന്ന ലേസർ ഷോയും ഇത്തവണ എന്തൊക്കെ കൗതുകങ്ങളാണ് അവിടെ ബുർജ് ഖലീഫയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതിയാകുമെന്നാണ് പ്രത്യേകത. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആഘോഷം നടക്കുന്ന വേദി റാസൽ ഖൈമയാണ്. റാസൽ ഖൈമയിൽ 15 മിനിറ്റ് നീളമുള്ള വെടിക്കെട്ടും അതോടൊപ്പം തന്നെ ഡ്രോൺ ഷോയും അധികാരികൾ ഒരുക്കിയിട്ടുണ്ട്. റാസൽ ഖൈമയിലെ അൽമർജാൻ ഐലൻഡിലാണ് ഇത്തവണ ആഘോഷങ്ങൾ നടക്കുക. ഇവിടെ കുടുംബങ്ങൾക്കും ബാച്ചിലേഴ്സുമായും ഒക്കെ ആഘോഷിക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങൾ അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ പറയേണ്ടത്, തൊഴിലാളികൾക്കായി മാത്രം ഒരു പുതുവത്സരാഘോഷം അധികൃതർ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. താമസ കുടിയേറ്റ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു തൊഴിലാളികൾക്കായുള്ള പുതുവർഷ പരിപാടി നടക്കുക. പരിപാടികൾ തൊഴിലാളികൾക്കായി നിരവധി സമ്മാനങ്ങളും നൽകാൻ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ അർദ്ധരാത്രി വരെ നീളുന്ന ആഘോഷ പരിപാടികളാണ് തൊഴിലാളികൾക്കായി അധികൃതർ താമസ കുടിയേറ്റ വകുപ്പ് പ്രത്യേകത ഒരുക്കിയിരിക്കുന്നത്. നിരവധി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമായ ദുബായിലുള്ള അൽക്കൂസ് ആയിരിക്കും പരിപാടിയുടെ പ്രധാന വേദി എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നറുക്കെടുപ്പിലൂടെ കാറുകൾ അതോടൊപ്പം തന്നെ ഗോൾഡ് ബാറുകളൊക്കെ നേടാനുള്ള അവസരവും തൊഴിലാളികൾക്കായി നൽകുമെന്നും GDRFA കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയ ഒരുക്കങ്ങളാണ് ഈ പുതുവർഷ ആഘോഷങ്ങൾക്കായി നഗരത്തിൽ എങ്ങും ഏർപ്പെടുത്തിയിട്ടുള്ള. മെട്രോയും ട്രാമും ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടർച്ചയായി 2 ദിവസം, അതായത് 43 മണിക്കൂർ നോൺ സ്റ്റോപ്പ് സർവീസാണ് നടത്തുക. 1400ഓളം ബസ്സുകൾ വിന്യസിച്ചാണ് സൗജന്യ യാത്രയ്ക്കായി അവസരം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഡൗൺ ടൗണിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തുന്ന ആളുകൾക്കായി ദുബായ് മാൾ, സബീൽ അതോടൊപ്പം തന്നെ MR ബോളിവാർഡ് ഈ സ്ഥലങ്ങളിലൊക്കെ ഏകദേശം 20,000-ഓളം അധിക പാർക്കിങ്ങും ഒരുക്കിയിട്ടുണ്ടെന്ന് RTA കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് UAEയിൽ അത്ഭുത കാഴ്ചകളാണ് ഒരുങ്ങുന്നത്. 2025 മനോഹരമായി വരവേൽക്കാൻ തന്നെ ഒരുങ്ങുകയാണ് രാജ്യം. ആഘോഷങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെ മെയ് മറന്ന് ഭാഗമാകുമെന്നും ഉറപ്പാണ്. താങ്ക് യു അരുൺ പാറാട്ട്. ദുബായിൽ നിന്നാണ് അരുൺ പാറാട്ട് നമുക്കിപ്പം ഈ മോർണിംഗ് ഷോയിൽ ചേർന്നത്. വിശ്വൻ നായർ പറയുന്നു, SKN ഏത് ആഘോഷം നടക്കുമ്പോഴും ആഘോഷം കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ തിരക്ക് കൂട്ടുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുക. ഒരു അപകടം ഉണ്ടാകാതെ ഈ പുതുവത്സരാഘോഷം കടന്നു പോകണം എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, ഇന്ന് രാത്രി 7 മണി മുതൽ ഏതാണ്ട് ഈ രാത്രിയല്ല, പുതുവത്സരം പുലർന്നു കഴിയുന്നത് വരെ നമ്മൾ പുതുവത്സരാഘോഷ പരിപാടികളുമായി 24 നമുക്കിപ്പോൾ ഉണ്ടാകും. ഫ്ലവേഴ്സിലാണെങ്കിൽ നിങ്ങൾക്ക് തലയറിഞ്ഞ് ചിരിക്കാൻ ഇന്ന് രാത്രി 9:30 മണിക്ക് ഇത് ഐറ്റം വേറെ എന്നുള്ള പരിപാടിയുണ്ട്. അത് കസറുക. എന്നാൽ തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9:30 മണിക്കാണ് ഈ പരിപാടി ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നത്.